ചാനൽ. ഇന്ന് നമ്മൾ ക്ലാസ് 9 ചാപ്റ്റർ 13 പോളിനോമിയൽ പിക്ചേഴ്സിലെ സെക്കൻഡ് ചോദ്യമാണ് നോക്കുന്നത്. അതായത് ഇതിനു മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ഗ്രാഫ് എങ്ങനെ വരക്കാന്നാണ് നോക്കിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രാഫ് നോക്കിയിട്ട് എങ്ങനെ പോളിനോമിയൽ എഴുതാന്നുള്ളതാണ്. ഗ്രാഫ് നോക്കി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണെന്നാണ്. ജനറൽ ഫോം ഓഫ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുന്നത് ax+b ആണ്. ഇത് 10th ചാപ്റ്റർ ആയിട്ടുള്ള പോളിനോമിയൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പം നമ്മൾ ഈ ഗ്രാഫ് നോക്കി നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള ഒരു ഗ്രാഫ് ആണെന്ന്. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ജനറൽ ഫോം ഓഫ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ജനറൽ ഫോം ഓഫ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറഞ്ഞിട്ട് എഴുതണം. ജനറൽ ഫോം ഓഫ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഈക്വൽ ടു ax+b. ഇനി നമുക്ക് നോക്കേണ്ടത് പോയിന്റുകളാണ്. അതായത് ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ അതിന്റെ വാല്യൂസ് ഒക്കെ കണ്ടെത്തും. ഇതേപോലെ തന്നെ ആ വാല്യൂസ് കണ്ടെത്തിയിട്ടാണ് നമ്മൾ ആ ഒരു ഗ്രാഫ് വരക്കുന്നത്. ഇപ്പോൾ ഇതേപോലെ ആ ഗ്രാഫ് വരക്കണം എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. മറ്റൊരു നമ്മൾ വരച്ചത് ഇങ്ങനെ നേരക്കാണ്. ഈ വരുന്ന ആ നേരക്കുള്ള വര മായ്ച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈന് കിട്ടും. ഈ കാണുന്ന വര എന്ന് പറയുന്നത് 1 എന്ന പോയിന്റിൽ കൂടെ പാസ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. അതായത് 0 to 1 എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ ഫ്രം ദ ഗ്രാഫ് p ഓഫ് 0 ഇതാണ് x എന്ന് പറയുന്നത്. അത് ചെയ്തിട്ട് കിട്ടണ വാല്യൂ ആണ് 1. ഇനി നമ്മൾ ഈ കാണുന്ന ഇക്വേഷനിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് a ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് ഇതാണ് 0 പ്ലസ് b ഈക്വൽ ടു ഈ 1 എടുത്ത് എഴുതാം. a ഇൻറ്റു 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ അവിടെ ഒന്നും എഴുതണ്ട. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, b ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ബിന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടെത്തണം, എന്റെ വാല്യൂ കണ്ടെത്തണം. ഇത് ബുക്കിലോട്ട് വരക്കുമ്പോൾ പല രീതിയിലാവും ഇതിന്റെ മെഷർമെന്റ്. ചിലപ്പോൾ ഈ കാണുന്ന 1 2 ആവാം, 3 ആവാം, 4 ആവാം, എങ്ങനെ ആയാലും ആവാം. അത് നമ്മൾ വരക്കണേനനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ എന്താണോ അത് വെച്ച് നിങ്ങൾ വരച്ചാൽ മതി. അത് ചെയ്ത പോലെ തന്നെ ഈ 1ന്റെ നേരക്ക് എന്താണോ, ഇപ്പോൾ ഇവിടെ 3 ആണ്, അതെടുത്ത് എഴുതണം. അതായത് ഫ്രം ദ ഗ്രാഫ് p of 1 equal to 3. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a ഇൻറ്റു ഈ എക്സ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1 പ്ലസ് ബിന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി 1 ഈക്വൽ ടു ഈ 3. ഇനി a ഇൻറ്റു 1 എന്ന് പറയുന്നത് a ആണ്, പ്ലസ് 1 ഈക്വൽ ടു 3. ഇനി a ഈക്വൽ ടു ഈ 3ന്റെ അപ്പുറത്തേക്ക് 1 വന്നതിന്, അതായത് ഇപ്പോൾ പ്ലസ് 1 വന്നതിന് അവിടെ -1 ആവും. 3 - 1 ഈക്വൽ ടു 2. അതായത് a ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് കിട്ടി. ഇനി അടുത്തത് ഈ പോളിനോമിയൽ എന്താണെന്ന് എഴുതണം. പോളിനോമിയൽ ഇതാണ് നമുക്ക് എഴുതേണ്ടത്. ഇവിടെ എന്റെ വാല്യൂ നമുക്ക് കിട്ടി 2. ഇനി എക്സ് എടുത്ത് എഴുതാം, പ്ലസ് ബിന്റെ വാല്യൂ നമുക്ക് 1 കിട്ടി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പോളിനോമിയൽ. ഇനി നമുക്ക് ഇതിന്റെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുക. ആദ്യം ഇത് എന്ത് ഡിഗ്രി പോളിനോമിയൽ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ ഇതിൽ സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടായതുകൊണ്ട് നമുക്ക് മനസ്സിലായത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ എഴുതേണ്ടത്, ജനറൽ ഫോം ഓഫ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഈക്വൽ ടു ax+b. നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോത്തിന്റെ പോയിന്റ് എവിടെയൊക്കെയാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പം ഇവിടെ 0 എന്ന് പറയുന്നത് മേലോട്ട് ഒരു പോയിന്റ് ഇല്ല, അതിൻ്റെ അർത്ഥം ഇത് 0 തന്നെയാണ്. അതായത് p ഓഫ് 0 ഈക്വൽ ടു 0. അപ്പോൾ ആദ്യം ഫ്രം ദ ഗ്രാഫ് p ഓഫ് 0 ഈക്വൽ ടു 0. നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ജനറൽ ഫോം ഓഫ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിലോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ a ഇൻറ്റു 0 പ്ലസ് b ഈക്വൽ ടു 0. അതായത് a ഇൻറ്റു 0 എന്ന് പറയുന്നത് 0 ആണ്, b ഈക്വൽ ടു 0. അപ്പോൾ ബിന്റെ വാല്യൂ 0 എന്ന് കിട്ടി. ഇനി അടുത്തത് 1 എന്ന പോയിന്റ് 1 തന്നെയാണ് പോകുന്നത്. സോ p ഓഫ് 1 ഈക്വൽ ടു 1. ഫ്രം ദ ഗ്രാഫ് ഈ 1 എന്ന് പറയുന്നത്
2ലോട്ടാണ് പോകുന്നത്. അതായത് പി ഓഫ് 1 ഈക്വൽ ടു 2. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എ എക്സ് പ്ലസ് ബിയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം നമുക്ക് എന്ത് കിട്ടി? അവസാനം 2 എന്ന ഉത്തരം കിട്ടി. ഇനി നമ്മൾ ലാസ്റ്റ് പോളിനോമിയൽ എഴുതണം. എന്റെ വാല്യൂ 2x പ്ലസ് ബിന്റെ വാല്യൂ 0. അപ്പം ഇതാണ് നമുക്ക് കിട്ടിയ പോളിനോമിയൽ. ഇത് മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഗ്രാഫിലെ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് എക്സ് ആക്സിസും ഈ താഴേക്കുള്ള ലൈൻ എന്ന് പറയുന്നത് വൈ ആക്സിസ് ആണ്. എക്സ് ആക്സിസിൽ നിന്ന് വൈ ആക്സിസിന്റെ നേരക്കായിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഒന്നെങ്കിൽ അത് താഴോട്ടോ മേലോട്ടോ ആവും. ഇങ്ങനത്തെ ഫിഗർ ആവുമ്പോൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റാതാവും. ചിലപ്പോൾ ഇങ്ങനെ നോക്കുന്നവരുണ്ടാവും. അങ്ങനെയല്ല നോക്കേണ്ടത്. എക്സ് ആക്സിസിൽ നിന്ന് താഴോട്ടോ അല്ലെങ്കിൽ മേലോട്ട് വരണ്ടെങ്കിൽ മേലോട്ടാണ് നോക്കേണ്ടത്. ഇവിടെ പി ഓഫ് 0 എന്ന് പറയുന്നത് -2 ആണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഗ്രാഫ് ആയതുകൊണ്ട് ഇതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയിട്ടുള്ള ഗ്രാഫാണ്. അപ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് ജനറൽ ഫോം ഓഫ് പോളിനോമിയൽ ഈക്വൽ ടു പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. പോയിന്റ്സ് നോക്കുക. അതായത് പി ഓഫ് 0 ഈക്വൽ ടു -2 from the graph p of 0 equal to -2. ഇനി നമുക്ക് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി ഇത് എഴുതിയതിന് ശേഷം ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൽ തന്നെയാണ്. പ്ലസ് ബി ഈക്വൽ ടു -2. അപ്പോൾ എ ഇൻറ്റു 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ബി ഈക്വൽ ടു -2. പി ഓഫ് 1 ഈക്വൽ ടു -1. കാരണം ഇതാ ഇവിടേക്ക് ഇങ്ങോട്ട് വരച്ച് നോക്കിയാൽ മതി. എന്നിട്ട് നിന്ന് കൂട്ടിമുട്ടിച്ച് നോക്കുക. അപ്പം അതിൻ്റെ അർത്ഥം പി ഓഫ് 1 എന്ന് പറയുന്നത് -1 ആണ്. സോ ഫ്രം ദ ഗ്രാഫ് പി ഓഫ് 1 ഈക്വൽ ടു -1. ഇനി നമ്മൾ ഇതിലോട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ ഇൻറ്റു എക്സ് ഇതാണ് 1 പ്ലസ് ബിൻ്റെ വാല്യൂ കിട്ടി -2 ഈക്വൽ ടു -1. എ ഇൻറ്റു 1 എ ആണ്. ഇപ്പോൾ എ പ്ലസ് -2 ഈക്വൽ ടു -1. പ്ലസും മൈനസും കൂടി വന്നു കഴിഞ്ഞാൽ മൈനസ് ആ വരിക. അപ്പോൾ 2 ഈക്വൽ ടു -1. ഇനി നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അതായത് 2ന് അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. -1 2ന് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ +2. ഇനി 2 - 1 1. ഇതാണ് ഇവിടുത്തെ ഉത്തരം. അതായത് എന്റെ വാല്യൂ 1. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പോളിനോമിയൽ എഴുതണം. ഇനി എന്ത് ചെയ്യണം? ഈ വാല്യൂസ് ഒക്കെ എഴുതണം. എന്റെ വാല്യൂ നമുക്ക് കിട്ടി 1 x പ്ലസ് ബിന്റെ വാല്യൂ -2 ആണ്. അപ്പോൾ ഇതെങ്ങനെ കിട്ടുക? പ്ലസും മൈനസും വന്നു കഴിഞ്ഞാൽ മൈനസ് ആണ്. സോ 1x -2. ഇതാണ് അതിൻ്റെ ഉത്തരം. ഇത് x -2 എന്ന് എഴുതിയാലും ശരി തന്നെയാണ്. കാരണം 1ന്റെ കൂടെ ഏതെങ്കിലും വാല്യൂ ചേർത്ത് കഴിഞ്ഞാൽ അതേ വാല്യൂ തന്നെ കിട്ടുള്ളൂ. ഈ വീഡിയോക്ക് ചെറിയൊരു ക്ലിയർ ഇല്ലായ്മ ഉണ്ടാകും. അപ്പം അതിനോടൊക്കെ എന്നോട് ക്ഷമിക്കണം. ഇനി അടുത്ത വീഡിയോമായി വരുന്നവരേക്കും ഗുഡ് ബൈ.